നമ്മുടെ എന്തായാലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കി. സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തോരം ഫോട്ടോ വെച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ കാണിച്ചു തരാം. ഈ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കൂ. ഓരോ സ്ക്രീൻ റെക്കോർഡ് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. എത്ര തവണയാണ് ഇത് അവർ ചെയ്തിരിക്കുന്നത്, പോസ്റ്റ് ചെയ്ത് നോക്കും. ഇതിപ്പോൾ ഇന്ന് ഒരു 24 മണിക്കൂർ മുന്നത്തെയാണത്. ഞാൻ സ്കിപ്പ് ചെയ്ത് കാണിച്ചു തരാം, നോക്കിയോളൂ. ഓരോ ദിവസത്തിലേക്ക് ഒരു റിപ്പീറ്റേഷനാണ്. ഓരോ ഫോട്ടോ വെറുതെ വെച്ചുകൊണ്ടിരിക്കണം. അതും നമുക്ക് തന്നെ ശരിക്കും അത് 1 2 ആണെങ്കിലും മര്യാദയില്ലേ? ചെയ്യുന്നത് തെന്നിത്തരാണെങ്കിലും ഒരു ന്യായമില്ലേ? നമ്മളൊരു യൂട്യൂബറാണ്. നമ്മൾ പക്ഷേ ഇതുപോലെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. തംബ്ലൈൻ പോലും നമ്മൾ മോശമായിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല. നിങ്ങൾക്കത് കാണിച്ചു തരാം. നോക്കിയോ, ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസം മുന്നത്തെ നോക്കിയോ. വീണ്ടും കണ്ടോ, ഇത് 3 ദിവസം മുന്നത്തെയാണേ. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമുക്ക് വേദന ഉണ്ടാവും എന്നുള്ളത്. കാരണം പുറത്ത് പോകുമ്പോൾ ആൾക്കാർക്ക് നമ്മൾ ചോദിക്കും എവിടെ കണ്ടിട്ടില്ല എന്നുള്ള ചോദ്യം വരുമ്പോൾ നമുക്കത് പറയുന്നത് മോശമല്ലേ? ഇതൊക്കെയാണ് അവസ്ഥ. പക്ഷേ ഈ ചാനലിൻ്റെ ഒരു ഡീറ്റെയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഫോൺ നമ്പറോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അവർ വിളിക്കാമായിരുന്നു. അതിനുള്ള ഓപ്ഷൻ പോലും ഇല്ല. തിരഞ്ഞെടുപ്പ് കിട്ടിയില്ല. അവിടെ നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. സൈബർ സെല്ലിൽ എന്തായാലും വെളി വരും. അവർക്കെന്തായാലും ഡീറ്റെയിൽസ് കൂടുതൽ കിട്ടും എന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കൂ. എന്തോരം ഫോട്ടോസ്. അത് 4 ദിവസം മുന്നത്തെ കേട്ടോ. ഇതിപ്പോൾ എത്ര ദിവസമെന്ന് അറിയില്ല തുടങ്ങിയിട്ട്. എനിക്ക് ഞാൻ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞിരിക്കുന്നത്. 3-ാം ദിവസമാണ് 3 days എന്നാണ് ഞാൻ വിശ്വസിച്ച് കണ്ടത്. ഇപ്പോൾ നിലവിൽ 6 ദിവസമായി കേട്ടോ. ഞാൻ കാണിച്ചു തരാം. 4 ദിവസം മുന്നത്തെയാണ്. ഇനി വരുന്നുണ്ട് താഴേക്ക്. ഒന്നുണ്ട് കേട്ടോ. 6 ദിവസം മുന്നേ, 6 ദിവസം മുന്നത്തെയാണ് ഇത്. അപ്പോൾ നമ്മൾ 3 ദിവസം കഴിച്ചിട്ടാണ് ശരിക്കും ഞാൻ അറിഞ്ഞിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് മുഖേന എനിക്ക് ലിങ്ക് അയച്ചപ്പോഴാണ് ഞാൻ കണ്ടത് തന്നെ. നമ്മൾ ആദ്യം തമ്മിലേ മാത്രമുള്ള ഒരു വീഡിയോ ആണെന്ന് മാത്രമാണ് വിചാരിച്ചത്. പിറ്റേഴ്സ് നോക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് വീഡിയോസ് ഇവർ അവേഴ്സിന് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇട്ട ഒരു കണ്ടന്റ് തന്നെയാണ് റീയെ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഒരു മര്യാദയ്ക്ക് വേണ്ടേ? ഇതൊക്കെയാണ് അവസ്ഥ കേട്ടോ. ഇത് വേറെ ചാനലിലാണ് ഇങ്ങനെ മാറി നോക്കി. 2-3 അവർ ഒരേ ടീമാണ് തോന്നുന്നത്. ഐ മീൻ ഇവരുടെ ഒരാൾ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത ഫോട്ടോസാണ്. അതും കൂടി ഒന്ന് മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു നാട്ടിൽ പ്രോഗ്രാമിനായിട്ട് വന്നതാണ് നിശ്ചയിച്ച്. അപ്പോൾ അദ്ദേഹത്തിനോട് നിന്നെടുത്ത ഫോട്ടോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാം എല്ലാ ടീമുകളും ഉണ്ട് കേട്ടോ. പക്ഷേ എന്നെ മാത്രമാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തൊരവസ്ഥയാണല്ലേ? ശരിക്കും നമ്മൾ മറ്റുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു എന്താ പറയുക കുഴപ്പമില്ലെന്നൊക്കെ പറയുമ്പോൾ സ്വന്തം അനുഭവത്തിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണ്